1947 ന്യൂമെക്സിക്കോയിലെ റോസ്വെല്ലിന് സമീപം ഒരു കർഷകൻ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തി. തകർന്നു വീണ എയർക്രാഫ്റ്റ് പോലുള്ള എന്തോ ഒന്ന്. തകർന്നു വീണ അന്യഗ്രഹ പേടകം US സൈന്യം കൈക്കലാക്കി എന്ന ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. അന്യഗ്രഹ ജീവികൾ ഉണ്ടോ? അവർ ഭൂമിയിലെത്തിയിട്ടുണ്ടോ? കാലങ്ങളായി തുടരുന്ന ഈ ചർച്ചയിലേക്ക് യാദൃശ്ചികമായി US-ന്റെ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയും ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപും എത്തിപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പ്രപഞ്ചം വളരെ വിശാലമാണ്. അവിടെ മനുഷ്യരെ കൂടാതെ വേറെ ജീവികൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി. ഇത് വളരെ സിമ്പിൾ ലോജിക്കാണ്. ഇത് തന്നെയാണ് ബരാക് ഒബാമയും പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുവെന്ന്. ഈ ഒരൊറ്റ പരാമർശമാണ് ഇപ്പോൾ US-ലെയും ലോകത്തെ മുഴുവനുമുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഏലിയൻസ് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിലും അത് എവിടെയാണെന്ന് അറിയില്ലെന്ന് കൂടി ഒബാമ പറയുന്നുണ്ട്. ഒബാമ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിലവിലെ പ്രസിഡന്റായ താൻ അതുക്കും മേലെ പറയണമല്ലോ എന്നാണെന്ന് തോന്നുന്നു ട്രംപിന്റെ ലൈൻ. UFOകളെയും അന്യഗ്രഹ ജീവികളെയും കുറിച്ചുള്ള ഗവൺമെന്റ് രേഖകൾ പുറത്തുവിടാൻ പ്രതിരോധ വകുപ്പിന് നിർദ്ദേശം നൽകിയെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇതോടെ ചർച്ചകൾ വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ്. അന്യഗ്രഹ ജീവികളെ കുറിച്ച് പലതും US-ന് അറിയാമെന്ന വാദങ്ങൾക്കുള്ള തെളിവുകളാണ് ട്രംപ് പുറത്തുവിടാൻ പോകുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതുവരെ രഹസ്യമാക്കി വച്ചിരുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നത് മനുഷ്യവർഗത്തിന് പുതിയ അറിവുകൾ നൽകുമെന്നാണ് കരുതുന്നത്. അന്യഗ്രഹ ജീവികളെ കുറിച്ചും UFOകളെ കുറിച്ചും US ഗവൺമെന്റിന്റെ കൈവശമുള്ള രഹസ്യ ഫയലുകൾ പരസ്യമാക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള താല്പര്യം പരിഗണിച്ചാണ് ട്രംപിന്റെ നീക്കം. അതുവഴി മുൻ പ്രസിഡന്റുമാരെ അപേക്ഷിച്ച് താൻ കൂടുതൽ സത്യസന്ധനാണെന്ന ഇമേജ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നും ട്രംപ് വിലയിരുത്തുന്നു. പെന്റഗണിലെ ഓൾ ഡൊമൈൻ അനോമലി റെസല്യൂഷൻ ഓഫീസ് എന്ന വിഭാഗമാണ് നിലവിൽ UFO നിരീക്ഷണങ്ങൾ നടത്തുന്നത്. UFOകളെ കുറിച്ച് പഠിക്കാൻ പെന്റഗൺ രൂപീകരിച്ചിട്ടുള്ള വിഭാഗമാണ് ആരോ. ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ സൈനിക പൈലറ്റുമാർ പകർത്തിയ പറക്കും തളികകളുടേതെന്ന് കരുതുന്ന വീഡിയോകളും റഡാറുകളിൽ കുടുങ്ങിയ അസാധാരണ വേഗതയുള്ള വസ്തുക്കളുടെ വിവരങ്ങളുമെല്ലാം അടങ്ങുന്ന US ഇതുവരെ രഹസ്യമാക്കി വെച്ച വിവരങ്ങളിൽ പലതും പുറത്തുവരുമെന്നാണ് കരുതുന്നത്. 1940-കൾ മുതൽ നടന്ന പല ക്രാഷ് റിട്രീവൽ, അതായത് UFO തകർന്നു വീണത് വീണ്ടെടുക്കൽ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഫയലുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ വസ്തുക്കൾ അന്യഗ്രഹങ്ങളിൽ നിന്നുള്ളതാണെന്ന് സ്ഥിരീകരിക്കാൻ മതിയായ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് ഔദ്യോഗിക നിലപാട്. US ഫയലുകൾ പുറത്തുവിടുന്നതിനെ പലരും സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിച്ചതിന് ഇതുവരെ വ്യക്തമായ തെളിവുകളൊന്നുമില്ലെന്നാണ് നാസയും പെന്റഗണും ആവർത്തിച്ച് പറയുന്നത്. പലതും ഡ്രോണുകളോ കാലാവസ്ഥാ ബലൂണുകളോ അല്ലെങ്കിൽ മറ്റ് രഹസ്യ വിമാനങ്ങളോ ആയിരിക്കാനാണ് സാധ്യതയെന്ന് ഇവർ കരുതുന്നു. UFOയെ കുറിച്ച് പറയുമ്പോൾ പലരും കേട്ടിരിക്കാനിടയുള്ളതാണ് റോസ്വെൽ സംഭവം. 1947 ന്യൂമെക്സിക്കോയിലെ റോസ്വെല്ലിന് സമീപം ഒരു കർഷകൻ കണ്ടെത്തിയ അവശിഷ്ടങ്ങളാണ്. US സൈന്യം തകർന്നു വീണ ഒരു അന്യഗ്രഹ പേടകം കൈക്കലാക്കി എന്ന UFO ഗൂഢാലോചനാ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. ഒബാമയുടെയും ട്രംപിന്റെയും പുതിയ പരാമർശങ്ങളോടെ റോസ്വെൽ സംഭവം വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ഈ അവശിഷ്ടങ്ങൾ ശേഖരിച്ച റോസ്വെൽ ആർമി എയർഫീൽഡ് ഉദ്യോഗസ്ഥർ ജൂലൈ 8-ന് ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കി. ഒരു പറക്കും തളിക ഞങ്ങൾ പിടിച്ചെടുത്തുവെന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തി എന്ന ചിന്തയ്ക്ക് തുടക്കമിട്ടത് ഈ വാർത്തയാണ്. പക്ഷെ തൊട്ടടുത്ത ദിവസം സൈന്യം ഈ പ്രസ്താവന തിരുത്തി. അത് പറക്കും തളികയല്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണത്തിനായി അയച്ച വെതർ ബലൂൺ തകർന്നു വീണതാണെന്നുമായിരുന്നു വിശദീകരണം. 1970-കളുടെ അവസാനം ചില UFO ഗവേഷകർ ഈ സംഭവത്തെക്കുറിച്ച് വീണ്ടും അന്വേഷണം തുടങ്ങി. അന്ന് അവിടെയുണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത് ഞങ്ങൾ കണ്ടത് വെതർ ബലൂൺ അല്ലെന്നും മനുഷ്യന്റേതല്ലാത്ത രൂപമുള്ള ശരീരങ്ങൾ അവിടെ കണ്ടിരുന്നു എന്നുമാണ്. 1994 US ഗവൺമെന്റ് റോസ്വെല്ലിനെ കുറിച്ച് ഒരു ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തുവിട്ടു. അതിൽ പറഞ്ഞത് അത് വെതർ ബലൂൺ ആയിരുന്നില്ല, മറിച്ച് സോവിയറ്റ് യൂണിയന്റെ ആണവ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കാൻ അയച്ച പ്രോജക്ട് മോഗൾ എന്ന അതീവ രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്ന ബലൂൺ ആയിരുന്നു എന്നാണ്. ഇതാണ് നിലവിലുള്ള ഔദ്യോഗിക വിശദീകരണം. 1990-കളിൽ റോസ്വെല്ലിൽ നിന്ന് ലഭിച്ച അന്യഗ്രഹ ജീവികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് പിന്നീട് വ്യാജമാണെന്ന് തെളിഞ്ഞു. റോസ്വെല്ലിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾ നെവാഡയിലെ അതീവ രഹസ്യ കേന്ദ്രമായ ഏരിയ 51ലേക്ക് മാറ്റിയെന്നാണ് പലരും വിശ്വസിക്കുന്നത്.
ഏരിയ 51-ൽ അന്യഗ്രഹ ജീവികളെ പാർപ്പിച്ചിട്ടുണ്ടെന്നും പരീക്ഷണം നടത്തുന്നുമുണ്ടെന്ന വാദത്തിന് ആധാരം ഇതാണ്. ഈ വാദം തെറ്റാണെന്നാണ് ഒബാമ പറഞ്ഞത്. ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മിസ്റ്ററിയായിരുന്നു UFOകളെ കുറിച്ചുള്ള ഒബാമയുടെയും ട്രംപിന്റെയും വാദങ്ങൾ. അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള ഒബാമയുടെ പരാമർശങ്ങൾ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ചോർത്തുന്നതിന് തുല്യമാണെന്ന് ട്രംപ് ആരോപിച്ചു. പിന്നാലെയാണ് വിവരങ്ങൾ പുറത്തുവിടുമെന്ന പ്രഖ്യാപനം. ഇതിനെക്കുറിച്ച് ഒബാമ നൽകിയ വിശദീകരണവും വ്യത്യസ്തമായിരുന്നു. നമ്മുടെ പ്രപഞ്ചം അത്രമേൽ വിശാലമായതിനാൽ എവിടെയെങ്കിലും ജീവന്റെ സാന്നിധ്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സൗരയൂഥങ്ങൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായതിനാൽ അന്യഗ്രഹ ജീവികൾ നമ്മെ സന്ദർശിക്കാനുള്ള സാധ്യത കുറവാണ്. ഞാൻ പ്രസിഡന്റായിരുന്ന കാലയളവിൽ അന്യഗ്രഹ ജീവികളുമായി കോണ്ടാക്ട് ഉണ്ടായതിന് ഒരു തെളിവും കണ്ടിട്ടില്ല എന്നായിരുന്നു ഒബാമയുടെ വിശദീകരണം. ട്രംപ് ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്ന ഫയലുകളിൽ റോസ്വെല്ലിനെ കുറിച്ചുള്ള സത്യങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ട്രംപിന്റെ പുതിയ രാഷ്ട്രീയ തന്ത്രമാണോ അതോ യഥാർത്ഥത്തിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ US-ന്റെ പക്കലുണ്ടോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കാത്തിരിക്കാം.